Ruchikootu. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സമ്മർ ഡ്രിങ്ക് ആണ് ട്ടോ. നമുക്ക് എല്ലാവർക്കും നല്ല ചൂടുകാലമാണ്, വെള്ളം നല്ല ദാഹമുള്ള സമയത്താണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഇതുപോലത്തെ സമ്മർ ഡ്രിങ്ക്സ് ഉണ്ടെങ്കിൽ കുടിക്കുന്നത് വളരെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇന്നത്തെ വീഡിയോയിലുള്ള ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ വാട്ടർ മെലൺ വെച്ചിട്ടുള്ള മെയിൻ ഡ്രിങ്ക് ആണ്. ഇതൊരു മോക്ടെയിൽ ആണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫ്രണ്ട്സ്, നമുക്ക് ഫസ്റ്റ് തന്നെ വാട്ടർ മെലൺ ഡ്രിങ്ക്സ് നമുക്ക് ഉണ്ടാക്കാം, മീൻ ഡ്രിങ്ക്സ്. അപ്പോൾ അതെങ്ങനെയും ചെയ്യണമെന്ന് പറയാം. ആദ്യം നമുക്ക് വാട്ടർ മെലൺ എടുക്കണം. ഇങ്ങനത്തെ വാട്ടർ മെലൺ എടുക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള എടുക്കുകയാണെങ്കിൽ കുരു കുറച്ച് കുറവായിരിക്കും. നമുക്കിതുപോലെ കട്ട് ചെയ്ത് ഒരു ഫ്ലഷ് വേറെ വേറെ ആക്കി എടുക്കാം. നമുക്ക് ഇങ്ങനെ പീസാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നമുക്കിനി ഓരോ പീസ് എടുത്ത് ഇതിൻ്റെ തോലും ഇതും കൂടെ മാറ്റി സെപ്പറേറ്റ്, ഫ്രൂട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ എല്ലാം മാറ്റിയെടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് വേണം നമുക്ക് എടുക്കാൻ. ഉണ്ടോ, കട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കുരുക്കളുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അതിൻ്റെ സീഡ്സ് എല്ലാം കിട്ടും. അതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. അതൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വേണം നമുക്കിത് യൂസ് ചെയ്യാൻ. പിന്നെ ഇത് കട്ട് ചെയ്ത് കുരുവൊക്കെ കളഞ്ഞെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വാട്ടർ മെലൺ സീഡ്സ് എല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് ലെമൺ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു ലെമൺ ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്നും ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുക്കുന്നുണ്ട്. ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒരു 3-4 പീസ് ചെറുനാരങ്ങയുടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർ ലെമണിൻ്റെ ക്യൂബ്സ് ഒരു 7-8 ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ മിൻറ്റ് ലീഫ് നമുക്ക് പുതിന നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതനുസരിച്ച്, ചിലവർക്ക് അതിൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടമില്ല, അപ്പോൾ അതനുസരിച്ച് കുറച്ചിട്ടാലും മതി. പിന്നെ നമ്മൾ ഇടുന്നത് ഷുഗർ പൗഡറായിട്ടാണ് ഇടുന്നത്. അത് എന്തുകൊണ്ടാണ് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഷുഗറായിട്ട് ഇട്ടാലും മതി. ഒരു 2 ടീസ്പൂൺ ഞാൻ ഷുഗർ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യണമെന്ന് നമുക്കൊന്ന് പതുക്കി ഇടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഈ ചപ്പാത്തിക്കോൽ എന്തായാലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു സൈഡ് കൊണ്ട് പതുക്കെ ഇതുപോലെ പ്രസ് ചെയ്ത് ഒന്ന് ചതച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ജ്യൂസെല്ലാം ചെറുനാരങ്ങയുടെയും വാട്ടർ മെലൻ്റെയും എല്ലാം നന്നായിട്ട് ഇറങ്ങും. അതിന് വേണ്ടിയാണ് ഇതൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചില്ലി ഗ്ലാസ്സിലിട്ട് ചെയ്താൽ ചിലപ്പോൾ പൊട്ടും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എന്തെങ്കിലും എടുത്തിട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് ഇടിച്ച് കൊടുത്തിട്ടുണ്ട്. നീരെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നമുക്ക് ഏത് ഗ്ലാസ്സിലാണ് നമ്മൾ സെർവ് ചെയ്യണം ആ ഗ്ലാസ് എടുക്കുക. അതിലേക്ക് നമ്മൾ ഇടിച്ച് ആ മിക്സിങ് ഫുൾ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇട്ട ശേഷം നമുക്ക് കുറച്ച് കുമ്മിട്ടിക്ക ജ്യൂസ്, അതായത് വാട്ടർ മെലൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലബ് സോഡ, അതായത് നമ്മുടെ സോഡയില്ലേ, നോർമൽ സോഡ, അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള സോഡയും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം. ഇനി നമുക്ക് അതിൻ്റെ മേലെ ഒരു മിൻറ്റ് ലീഫും കൂടെ വയ്ക്കാം. ഒരു ഡെക്കറേഷന് നമുക്ക് ജസ്റ്റ് ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്ത് സൈഡ് വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റുന്ന നമ്മുടെ വാട്ടർ മെലൻ്റെ നല്ലൊരു ഡ്രിങ്ക്സ് ആണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത ദിവസം ഞാൻ വേറൊരു സമ്മർ ഡ്രിങ്ക് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ നല്ലൊരു ഡ്രിങ്ക്സ് ആയിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.